സുഹൃത്തുക്കളെ, സദസ്സിലിരിക്കുന്ന സഹോദരരെ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ടുമുമ്പ് ഒരു പ്രഖ്യാപനം നടത്തി. അതിങ്ങനെയാണ്: The third millennium is going to be for the laity in the church. മൂന്നാം സഹസ്രാബ്ദം സഭയിൽ വിശ്വാസികളുടെ ആധിപത്യത്തിലുള്ളതാണ്. ഇത് പറഞ്ഞത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. നമ്മളിന്ന് മൂന്നാം സഹസ്രാബ്ദത്തിനാണ്. പള്ളിയോഗ പ്രതിനിധികളുടെ സമ്മേളനമാണിത്. ഈ സമ്മേളനത്തിൽ നമ്മൾ തുടക്കം തൊട്ടേ പാറേക്കാട്ടിലച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ പാറേക്കാട്ടിലച്ഛനോട് ബിഷപ്പുമാർ അവിടെ ഉണ്ടായിരുന്ന വൈദികരോട് എല്ലാവരോടുമായിട്ട് തട്ടിൽ പിതാവ് പറഞ്ഞു അത്രേ, ഇതാ ഞങ്ങളൊരു മതകോടതി സ്ഥാപിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട പാറേക്കാട്ടിലച്ഛ, ഇനി തട്ടിൽ പിതാവിനെ കാണുമ്പോൾ പറയണം, അങ്ങനെ ഒരു മതകോടതി സ്ഥാപിച്ചാൽ ആ മതകോടതിയിലേക്ക് ഞങ്ങൾ അൽമായർക്ക് ചില പെറ്റീഷനുകൾ കൊടുക്കാനുണ്ട്. അതിലാദ്യമായി വിചാരണ ചെയ്യപ്പെടേണ്ടത് കർദിനാൾ ആലഞ്ചേരിയാണെന്ന് പറയണം. കർദിനാൾ ആലഞ്ചേരിയെ വിചാരണ ചെയ്യാതെ ഒരു മതകോടതി ഇവിടെ ഉണ്ടാകുന്നു. റോബിനച്ഛനെ വിചാരണ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു അനവധി ആളുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന അനവധി ആളുകൾ, എല്ലാ പേരുകളും ഞാനിവിടെ പറയുന്നില്ല, എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ചു വന്നു. മംഗലശ്ശേരി അച്ഛൻ, ജോൺ, അങ്ങനെ ഒരു നിരവധി കേസുകളുണ്ട് നമ്മുടെ മുമ്പിൽ. ഇതൊന്നും ഇന്ന് വരെ ഒരു മതകോടതികളും സ്ഥാപിച്ച് വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല. ഇവരെ ആരെയും ഒരൊറ്റയാളെ പോലും വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ മതകോടതികൾ സ്ഥാപിക്കപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഇന്ന് താമരശ്ശേരിയിൽ ഫാദർ അജി പുതിയാപ്പറമ്പിനെതിരെ ഒരു മതകോടതി സ്ഥാപിച്ചു. അജിയച്ചൻ പേടിച്ചു പോകുന്നതാണ് കരുതിയത്. അജിയച്ചൻ വളരെ ധീരതയോടെ മതകോടതിയിൽ ചെന്നു. മതകോടതിയിൽ ചെന്നിട്ട് അജിയച്ചൻ അവരോട് പറഞ്ഞത്, അവർ ചോദിച്ചു, നിങ്ങൾക്ക് വാദിക്കാൻ ആൾ വേണം? വേണ്ട, എൻ്റെ കാര്യത്തിന് ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞു എന്ന് പറയും. അജിയച്ചന് താമരശ്ശേരിയിൽ മതകോടതിയിൽ പോകാനെങ്കിലും പറ്റി. പാറേക്കാട്ടിലച്ഛൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു മതകോടതി സ്ഥാപിച്ചാൽ ഒരൊറ്റ വൈദികൻ അതിനകത്ത് കയറാൻ പറ്റാത്ത വിധം അൽമായ മുന്നേറ്റം ആ മതകോടതിയെ ഉപരോധിച്ചിരിക്കും എന്ന് ശക്തമായി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരൊറ്റയാൾ അതിനകത്ത് കയറിയല്ല. അതിനകത്ത് കയറിയ മെത്രാന്മാർ ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയല്ല. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ചങ്കൂറ്റവും തല്ലേടവും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കുണ്ട്. അക്കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. അടുത്തത് ഈ അച്ഛന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പ്രസ്ബിറ്റേറിയത്തിൽ മെത്രാന്മാരെ കൊണ്ടുപോയി ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാക്കി കളഞ്ഞിട്ടുണ്ട്. ഇത്രയും നാളും ഈ മെത്രാന്മാർ ചർച്ച ചെയ്തപ്പോൾ മുഴുവനും നിങ്ങൾ കത്തീഡ്രൽ പള്ളിയിൽ ഒരു കുർബാന ചെല്ലാമോ, മലയാറ്റൂർ പള്ളിയിൽ ഒരു കുർബാന ചെല്ലാമോ, ബാക്കിയുള്ളിടത്തൊക്കെ സൗകര്യം പോലെ വല്ലപ്പോഴും ഒരു കുർബാന ചെല്ലാമോ എന്നൊക്കെ ചോദിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങൾ പറഞ്ഞു, ഇനി അത്തരം കോംപ്രമൈസുകളൊന്നുമില്ല, ഒരേ ഒരു കോംപ്രമൈസേ ഉള്ളൂ, അത് ലിറ്റർജിക്കൽ വേരിയന്റായി സ്വതന്ത്രമായി അനുഭവിക്കാൻ തക്ക വിധത്തിൽ നിങ്ങൾ ഇവിടെ വരണമെന്നാണ്. അപ്പൊ മെത്രാന്മാര് തിരിച്ചൊരു ചോദ്യം, അങ്ങനെ ലിറ്റർജിക്കൽ വേരിയന്റായിട്ട് തന്ന ഞങ്ങൾ മെത്രാന്മാർ വരുമ്പോ പിന്നെ എന്തി, ഞങ്ങൾക്ക് കുർബാനയല്ലേ? അച്ഛന്മാര് തിരിച്ചൊരു ചോദ്യം, ലിറ്റർജിക്കൽ വേരിയന്റ് ആണെങ്കിൽ അത് നിയമപരമായി അനുവദിച്ചാൽ നിയമപരമായ കുർബാന ചെല്ലാൻ മെത്രാന്മാരെന്തിനാ പഠിക്കണം? വരുമ്പോഴും ഇതേ കുർബാന ചെല്ലണമെന്ന്. പുറത്തുള്ള മെത്രാന്മാർ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വരുമ്പോ ഈ അതിരൂപതയിൽ നിലനിൽക്കുന്ന ലിറ്റർജിക്കൽ വേരിയന്റ് എന്താണോ അതേ വിശുദ്ധ കുർബാന ചെല്ലാൻ അങ്ങനെ ഞങ്ങളോട് സഹകരിക്കാൻ അവർ തയ്യാറാകണം. ആ തയ്യാറാകലിന്റെ ആദ്യപടിയാണ് ലിറ്റർജിക്കൽ വേരിയന്റായി അനുവദിക്കുക എന്നുള്ളത്. അവർ ഭയപ്പെട്ടു. അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ചെയ്യാവുന്ന അടുത്ത മാർഗം എന്താണ്? അടുത്ത മാർഗം ഒന്നേ ഉള്ളൂ, എറണാകുളം അങ്കമാലി അതിരൂപതയെ ഒരു സ്വതന്ത്ര മെത്രാപ്പൊലീത്തൻ സഭയായി അംഗീകരിക്കുക.
ഇതാണ് മാച്ചന്മാർ മുന്നോട്ട് വെച്ച അടുത്ത നിർദ്ദേശം. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ സാധാരണഗതിയിൽ എല്ലായിടത്തും പോയി മണ്ടത്തരം പറയണം, തട്ടിൽ മന്ത്രം കയറി എന്ന് സമ്മതിച്ചു. അതാണ് കുഴപ്പമില്ല, ഞാനങ്ങ് സമ്മതിച്ചേക്കാം. അത് സിനഡിനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാന്നൊക്കെയാ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ എറണാകുളം അങ്കമാലി അതിരൂപത ഇല്ലാത്ത സീറോ മലബാർ സഭയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും? നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സീറോ മലബാർ സഭ പറയുന്നത് തോമാസ് ശ്ലീഹായുടെ പാരമ്പര്യമുണ്ടെന്നാണ്. കോട്ടയ്ക്കാവും കോക്കമംഗലവും മലയാറ്റൂരും കഴിഞ്ഞാൽ തോമാസ് ശ്ലീഹായുടെ പൊടി പോലും കണ്ടെത്താൻ ഈ സീറോ മലബാർ സഭയിലില്ല. ഇത് മൂന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലാണെന്ന് ഓർക്കണം. സീറോ മലബാർ സഭയ്ക്ക് ഇല്ലെന്ന്. സീറോ മലബാർ സഭ എന്ത് ചെയ്യാനാ? സീറോ മലബാർ സഭയിൽ ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സംഭാവന ചെയ്തത് എറണാകുളം അങ്കമാലി അതിരൂപതയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയാണ് കുടുംബ യൂണിറ്റുകൾ സംഭാവന ചെയ്തത്. എറണാകുളം അങ്കമാലി അതിരൂപതയാണ് പാസ്റ്റൽ കൗൺസിലുകൾ സംഭാവന ചെയ്തത്. എറണാകുളം അങ്കമാലി അതിരൂപത സംഭാവന ചെയ്യാത്തതായി ഒന്നുമില്ല. 1992 സീറോ മലബാർ സഭയെ ഒരു സൂയി യൂറിസ് ചർച്ച്, ഒരു സ്വതന്ത്ര സഭയായി അംഗീകരിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോ ഈ സ്വതന്ത്ര സഭയ്ക്ക് ഇരിക്കാൻ ഇരിപ്പിടമില്ലായിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബിഷപ്പ് ഹൗസിന്റെ കോലായില അവർ 2 കൊല്ലം ഇരുന്നത്. അറിയോ? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നമ്മുടെ ബിഷപ്പ് ഹൗസിന്റെ കോലായിൽ 2 കൊല്ലം ഇരുന്നപ്പോഴാ അന്നത്തെ കപ്പിത്താനായിരുന്ന ബിഷപ്പുമാർ, ആ ബിഷപ്പുമാരാണ് അവരുടെ അതിശക്തമായ ദീർഘവീക്ഷണത്തിന്റെ പേരിൽ 2 കൊല്ലം കഴിഞ്ഞപ്പോ 1994 മൗണ്ട് സെന്റ് തോമസ് എന്ന് പറയുന്ന സാധനം വേണ്ടി. നമ്മുടെ ധാരമാണെന്ന് മൗണ്ട് സെന്റ് തോമസ്, നമ്മുടെ ധാരമാണ്. അതിനകത്ത് കയറി ഇരുന്നു കൊണ്ട് നമ്മളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. നമ്മൾ കൊടുത്ത സ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് നമുക്കെതിരെ പ്രവർത്തിക്കാറുണ്ട്. അവരുടെ ഇരിപ്പിട പോലും സംഭാവന ചെയ്തത് നമ്മളാണ്. 100 കൊല്ലം മുമ്പ് ഒരു സഭയാകണം. നമ്മുടെ ലത്തീൻ സഭയുടെ കീഴിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാണ്. നമ്മുടെ വേറെ സഭയാണ്, ഇന്ത്യൻ സഭയാണ്. നമുക്ക് സീറോ മലബാർ റീത്ത് വേണം, ഇന്ത്യൻ റീത്ത് വേണം എന്നൊക്കെ അന്നത്തെ എത്രയോ ശക്തിയുക്തം വാദിക്കുന്നത് ചരിത്രത്തിലുണ്ട്. അങ്ങനെ അവരുടെ വാദമുഖങ്ങൾക്ക് മുഴുവൻ നേതൃത്വം നൽകിയത് എറണാകുളം അങ്കമാലി അതിരൂപത. എറണാകുളം രൂപതയാണ്, അങ്കമാലിയില്ല, എറണാകുളം രൂപതയാണ്. ഈ സകല വാദമുഖങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എറണാകുളം രൂപതയാണ്. ലത്തീൻകാരുടെ മുന്നിൽ കിടന്ന് മടുത്തു. ഞങ്ങൾക്ക് സ്വന്തമായി ഞങ്ങളുടെ ഒരു റീത്ത് വേണം, ഇന്ത്യൻ റീത്ത് വേണം, സീറോ മലബാർ റീത്ത് എന്നതിന് പേര് വേണം എന്ന് ആവശ്യപ്പെടുന്നത് എറണാകുളം രൂപതയുടെ കീഴിലാണ്. ആ രൂപതയുടെ നിരന്തരമായ ആവശ്യത്തിന്റെ പിന്നാമ്പുറത്താണ് പിന്നീട് 2 രൂപതകൾ സ്ഥാപിക്കുന്നത്. അന്ന് ആ 2 രൂപതകൾ സ്ഥാപിക്കുമ്പോഴും 2 വിദേശ മെത്രാന്മാരാണ്. കുറച്ചു കഴിഞ്ഞ് നമ്മളെ ഒരു സ്വതന്ത്ര സഭയാക്കി മാറ്റാമെന്ന് വത്തിക്കാന് തോന്നി. വത്തിക്കാനുമായുള്ള ബന്ധത്തിൽ വത്തിക്കാനോട് സംസാരിക്കുന്നത് പോലും എറണാകുളം രൂപതയ്ക്ക്. നമ്മളാ സംസാരിക്കുന്നത്, നമ്മളാ നേതൃത്വം. ഈ സീറോ മലബാർ സഭയുടെ അടിക്കലുണ്ടല്ലോ, സീറോ മലബാർ സഭ എന്ന് പറയുന്ന സാധനത്തിന്റെ തായ്പേര് എറണാകുളം രൂപതയാണ്. ആ രൂപതയാണ് വത്തിക്കാനോട് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സ്വതന്ത്ര പദവി വേണം. അവസാനം ഒരു സ്വന്തമായി ഒരു ഹൈറാർക്കി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോ ആ ഹൈറാർക്കി വത്തിക്കാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? എറണാകുളം എന്ന് പറയുന്ന അതിരൂപതയും അതിന്റെ കീഴിൽ 3 സാമന്ത രൂപതകൾ, താഴെ 3 രൂപതകൾ. ആ എറണാകുളം രൂപതയാണ് വളർന്ന് വികസിച്ചത്. 92 ആ എറണാകുളം രൂപതയുടെ പേര് ജോൺ പോൾ രണ്ടാമൻ മാറ്റിയിട്ട് 92 എറണാകുളം രൂപതയുടെ പേര് മാറ്റി എറണാകുളം അങ്കമാലി അതിരൂപത എന്നാക്കി മാറ്റി 92. എന്നിട്ട് മാർപ്പാപ്പ ഇറക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സഭയിലെ ഏറ്റവും ശക്തമായ ഡോക്യുമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന. മാർപ്പാപ്പ നേരിട്ട് ഇറക്കിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ
ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാർപ്പാപ്പ പറഞ്ഞു, ഇനി മുതൽ സീറോ മലബാർ സഭയുടെ പേര് സീറോ മലബാർ സഭ എന്നല്ല, മറിച്ച് എറണാകുളം അങ്കമാലി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ എന്നായി. നിങ്ങൾ കത്തീഡ്രൽ മാറ്റാൻ തീരുമാനിച്ചില്ലേ? മൗണ്ട് സെന്റ് തോമസിനകത്ത് പുതിയൊരു കത്തീഡ്രൽ പണിയാൻ നിങ്ങൾ തീരുമാനിച്ചത്. നിങ്ങൾ കത്തീഡ്രൽ എടുത്തോ, ഞങ്ങളുടെ കത്തീഡ്രൽ മതി എറണാകുളം ബസിലിക്ക. അങ്ങനെ അതിശക്തമായി ഇക്കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഇവരുടെ അടിവേദനയപ്പോൾ ഒന്നും പറയാനില്ലാത്ത തരം ആത്മീയത അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. പണ്ട് ലത്തീൻ രൂപതയിൽ നിന്ന് കുറേ ആളുകൾ എല്ലാം തലപടിച്ചപ്പോൾ അവർക്ക് സീറോ മലബാർ സഭ എന്ന ഒരു സഭയാകാൻ പറ്റിയെങ്കിൽ, പിന്നീട് എറണാകുളം അങ്കമാലി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയാകാൻ പറ്റിയെങ്കിൽ, ഇന്ന് നമ്മൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുറവിലൂടിയാൽ നമ്മൾ എറണാകുളം അങ്കമാലി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി മാറിയിരിക്കും. നമ്മൾ വത്തിക്കാന്റെ കീഴിൽ നമ്മളായിരിക്കുന്ന സമയത്ത് ഈ സീറോ മലബാർ സഭ ഇപ്പോഴുള്ള എത്താമാര് അവര് വേറെ ഓർത്തഡോക്സ് സഭയിലെ വേറെ എവിടെയെങ്കിലും മാറിയിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇന്ന് ഈ വൈദിക പ്രസ്ബിറ്റേറിയത്തിൽ പാസാക്കിയ ഈ രണ്ട് കാര്യങ്ങൾക്കും പരിപൂർണ പിന്തുണ ഈ വിശ്വാസികളുടെ പള്ളി യോഗ പ്രതിനിധി യോഗം കൊടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനാണ് കാര്യങ്ങൾ ഉയർത്തി പഠിക്കാൻ പറ്റുമോ? നല്ല ശക്തിയും ഒറ്റ കാര്യം കൂടിയാണ്.